ഹലോ ഫ്രണ്ട്സ്, കുറേ പേർ നോർമൽ സിമ്മിനെ ഈ സിമ്മിലേക്ക് മാറ്റി കുറച്ച് നാളെല്ലാം ഇത് യൂസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നെല്ലാം തോന്നാറുണ്ട്. പുതിയ കാര്യമല്ല, ഈ സിം ആക്കി നോക്കാം. അതുപോലെ എൻ്റെ ഫോണാണെങ്കിൽ ഇത് ഈ സിം സപ്പോർട്ട് ചെയ്യുന്നതുമാണ്. ഇന്നത്തെ വീഡിയോ ഇത്തരത്തിലുള്ളവർക്ക് വേണ്ടിയാണ്. അതായത് ഈ സിം ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം ഇതിനെ എങ്ങനെ നോർമൽ സിമ്മിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എൻ്റെ പേര് നിവേദ്. ടെക്നോളജി റിലേറ്റഡ് ആയ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇത്തരത്തിൽ ഈ സിം ആക്കിയതിന് ശേഷം ഇത് വീണ്ടും ഫിസിക്കൽ സിം ആക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്. ഈ സിമ്മിന് ഒരുപാട് അഡ്വാൻറ്റേജസ് എല്ലാം ഉണ്ട് എന്നത് സത്യമാണ്. എന്നാൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മൊബൈലെല്ലാം മാറ്റുന്ന വ്യക്തിയാണ്. അതായത് ഞാൻ എൻ്റെ ആൻഡ്രോയിഡ് ഫോണിൽ നിന്നും ഐഫോണിലേക്ക്, ഐഫോണിൽ നിന്നും അതുപോലെ ആൻഡ്രോയിഡിലേക്ക് ഇത്തരത്തിൽ നേരത്തെ ഞാൻ സിം എല്ലാം റിമൂവ് ചെയ്ത് മറ്റു ഫോണിലെല്ലാം യൂസ് ചെയ്തിരുന്നു. എന്നാൽ എൻ്റെ സിം ഇത് ഇപ്പോൾ ഈ സിമ്മിലേക്ക് മാറ്റിയതിന് ശേഷം എനിക്ക് ഇപ്രകാരം എൻ്റെ മൊബൈൽ ഫോണൊന്നും പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. നേരത്തെ എനിക്ക് ഐഫോൺ കുറച്ചു കാലം യൂസ് ചെയ്ത് വീണ്ടും ആൻഡ്രോയിഡ് ഫോണിലേക്ക് പോകണമെന്ന് തോന്നിയാൽ ഐഫോണിലുള്ള ഈ ഫിസിക്കൽ സിം റിമൂവ് ചെയ്ത് ഇത് ആൻഡ്രോയിഡ് ഫോണിൽ ഇൻസേർട്ട് ചെയ്ത് മാത്രം മതിയായിരുന്നു. അതുപോലെ ആൻഡ്രോയിഡ് ഫോൺ കുറച്ചു കാലം യൂസ് ചെയ്ത് അതേ നമ്പർ എനിക്ക് ഐഫോണിലേക്ക് പോകണമെന്ന് കരുതിയാൽ ഇതുപോലെ ജസ്റ്റ് സിം റിമൂവ് ചെയ്ത് അത് നമുക്ക് മറ്റു ഫോണിൽ ഇൻസേർട്ട് ചെയ്താൽ മാത്രം മതി. ഇവിടെ ഈ സിമ്മിന്റെ കാര്യത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഇത് ഇത്രത്തോളം ഫ്ലെക്സിബിൾ ആയ ഒരു കാര്യമല്ല. അതായത് ഡിവൈസുകളെല്ലാം ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യുക എന്നത് ഈ സിമ്മിന്റെ കാര്യത്തിൽ അത്ര ഈസിയായ ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് എന്നെ പോലെ മൊബൈൽ ഫോൺ എല്ലാം ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യുന്നവർക്ക്, അതായത് ഡിവൈസ് എല്ലാം മാറ്റുന്നവർക്ക് ഈ സിം വളരെ പ്രയാസകരമാകുന്നത്. ഇനി നമുക്ക് ഈ സിമ്മിനെ നോർമൽ സിമ്മിലേക്ക് അല്ലെങ്കിൽ ഫിസിക്കൽ സിമ്മിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഏത് സർവീസ് പ്രൊവൈഡർ ആണോ യൂസ് ചെയ്യുന്നത് അവരുടെ ഓഫീസിൽ പോയി, ഉദാഹരണത്തിന് ഞാൻ എയർടെൽ ആണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് എയർടെലിൻ്റെ സർവീസ് സെൻറ്ററിൽ പോയതിനു ശേഷം അവർ ചോദിക്കുന്ന ഇൻഫർമേഷൻ, അതുപോലെ ഐഡൻറ്റിറ്റി കാർഡ് അല്ലെങ്കിൽ മറ്റ് ഡോക്യുമെൻ്റ് എല്ലാം നൽകി നമുക്ക് ഈ സിം ഇത് ഫിസിക്കൽ സിമ്മിലേക്ക് മാറ്റാവുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്